മുസ്ലിം ലീഗ് മന്ത്രിമാരെ തിരുത്താൻ ലീഗ് നേതൃത്വം. പാണക്കാട് ചേരുന്ന യോഗത്തിൽ പി.കെ. കുഞ്ഞാലിക്കുട്ടി, എൻ ഷംസുദ്ദീൻ, പി.കെ. ബഷീർ, കെ.എം. ഷാജി, വി.ടി. അബ്ദുൽ ഗഫൂർ എന്നിവർ പങ്കെടുക്കുന്നു. മന്ത്രിമാർ പാർട്ടിയെ അവഗണിക്കുന്നുവെന്ന പരാതിയുടെ പശ്ചാത്തലത്തിലാണ് യോഗം നടക്കുന്നത്. ശിവദാസ് കന്മനമാണ് വിവരങ്ങളുമായി ചേരുന്നത്. ശിവദാസ്, ഈ തുടക്കത്തിൽ തന്നെ ലീഗിനകത്ത് വലിയ കല്ലുകടിയാണ്. കാരണം മന്ത്രിമാർ അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ സ്റ്റാഫുകൾ പാർട്ടി പ്രവർത്തകർ പറയുന്നതോ പാർട്ടി നേതൃത്വം പറയുന്നതോ കേൾക്കുന്നില്ല എന്ന ആക്ഷേപം ആദ്യത്തെ 2 മാസം തന്നെ ഉയർന്നിരിക്കുന്നല്ലോ. ഈ സാഹചര്യത്തിലാണോ മലപ്പുറത്ത് ഇപ്പോൾ ഒരു നിർണായക യോഗം ചേരുന്നത്? തീർച്ചയായും അത്തരം ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. മുസ്ലിം ലീഗിനുള്ളിൽ തന്നെ ഇത്തരത്തിൽ മന്ത്രിമാർക്കെതിരെ വലിയ ഒരു വിമർശനം ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് അവരുടെ യുവജന സംഘടനകളിൽ നിന്നടക്കം ഇത്തരത്തിൽ മന്ത്രിമാർക്കെതിരെ വലിയ വിമർശനം ഉയർന്നിരുന്നു. അതിന്റെ സാഹചര്യത്തിലാണ്, അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തന്നെ മന്ത്രിമാരുടെ ഒരു യോഗം വിളിച്ചിരിക്കുന്നത്. എല്ലാ മന്ത്രിമാരും ഈ യോഗത്തിൽ പങ്കെടുക്കണം എന്നുള്ള നിർദ്ദേശം നൽകിയിരുന്നു. ഒരു ചായ സൽക്കാരം എന്നുള്ള പേരിലാണ്, അത് പുറത്തേക്ക് മാത്രമാണ് അത്തരത്തിൽ ഒരു പേര്, അതായത് അത്തരത്തിൽ മന്ത്രിമാർക്കുള്ള ഒരു സ്വീകരണം നൽകുന്നു എന്നുള്ള ഒരു പേരിലാണ്. പക്ഷേ യഥാർത്ഥ വിഷയം ഇത്തരത്തിലുള്ള ചില വിഷയങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ച് മന്ത്രിമാരിൽ ഇത്തരത്തിൽ പ്രവർത്തകർ അടക്കം മന്ത്രിമാർക്കെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നു. പ്രത്യേകിച്ച് യൂത്ത് ലീഗ് അവർക്ക് എതിരെ പ്രമേയം അവതരിപ്പിച്ചിരുന്നു. അതോടൊപ്പം തന്നെ MSFും മന്ത്രിമാർക്കെതിരെ പ്രമേയം അവതരിപ്പിച്ചിരുന്നു. അതായത് മന്ത്രിമാർ സ്വജനപക്ഷപാതത്തോടെ പെരുമാറുന്നു, അതോടൊപ്പം തന്നെ തന്നിഷ്ടപ്രകാരം ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നു, പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചവരെ പരിഗണിക്കുന്നില്ല. പ്രത്യേകിച്ച് അവരുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനങ്ങളിൽ അടക്കം അവർക്ക് ഇഷ്ടമുള്ള ആളുകളെ തിരികെ കയറ്റുന്നു. പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ആരെയും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ സമര പോരാട്ടങ്ങളിൽ മുൻനിരയിൽ നിന്നിരുന്ന വ്യക്തികളെ പോലും പരിഗണിക്കാതെ പ്രായമുള്ള ആളുകളെ പരിഗണിക്കുന്നു. യുവാക്കൾക്ക് അവർ പ്രാധാന്യം നൽകുന്നില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ലീഗിന്റെ തന്നെ യുവജന സംഘടനകൾ നിരന്തരമായി തുറന്നു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പാർട്ടിക്കുള്ളിൽ മാത്രമല്ല, അവർ അത് പൊതുസമൂഹത്തിന് മുന്നിൽ വരെ തുറന്നു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം, ഇതിന് കൃത്യമായ ഒരു പരിഹാരം ഇല്ലാത്ത ഒരു സാഹചര്യം മുസ്ലിം ലീഗിനുള്ളിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അടിയന്തരമായി തന്നെ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇത്തരത്തിൽ എല്ലാ മന്ത്രിമാരുടെയും യോഗം വിളിച്ചത്. ഏകദേശം 9:30 തന്നെ യോഗം ആരംഭിച്ചിട്ടുണ്ട്. ലീഗിന് 5 മന്ത്രിമാരാണ് ഉള്ളത്. ആ 5 മന്ത്രിമാരും യോഗത്തിൽ എത്തിയിട്ടുണ്ട്. പി.കെ. കുഞ്ഞാലിക്കുട്ടിയും P.K. ബഷീറും എൻ ഷംസുദ്ദീൻ അടക്കമുള്ള എല്ലാ 5 മന്ത്രിമാരും യോഗത്തിൽ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PM സലാം അടക്കമുള്ള ചില നേതാക്കളും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നാളെ കോഴിക്കോട് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രവർത്തക സമിതി യോഗവും ചേരുന്നുണ്ട്. അതിന് മുന്നോടിയായി ഇത്തരം വിഷയങ്ങളിൽ ഒരു പ്രാഥമിക ചർച്ച നടത്തി കൃത്യമായ തീരുമാനം എടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള ഈ യോഗത്തിന്റെ ലക്ഷ്യം. അതോടൊപ്പം തന്നെ PM ശ്രീ അടക്കമുള്ള പദ്ധതിയിൽ അണികൾക്ക് വലിയൊരു വിമർശനവും പ്രതിഷേധവും ഒക്കെ ഉണ്ട്. കാരണം ലീഗ് നേതാക്കളും മന്ത്രിമാരും ഈ ഇത്തരം വിഷയങ്ങളിൽ കൃത്യമായ നിലപാട് പറയുന്നില്ല. അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടും മന്ത്രിമാരെ തിരുത്തുക എന്നുള്ള ലക്ഷ്യത്തോടെ തന്നെയാണ് ഇപ്പോഴുള്ള ഈ യോഗം. ഗൗതം, മുസ്ലിം ലീഗിന്റെ യോഗം പാണക്കാട് ചേരുകയാണ്. ലീഗ് മന്ത്രിമാർ പാർട്ടി പറയുന്നത് കേൾക്കുന്നില്ലെന്നും പേഴ്സണൽ സ്റ്റാഫുകൾക്കിടയിൽ പ്രശ്നങ്ങളുണ്ടെന്നുമൊക്കെയുള്ള വലിയ വിമർശനങ്ങൾ പാർട്ടിക്കകത്ത് തന്നെ ആദ്യത്തെ 2 മാസത്തിൽ രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിലാണ് യോഗം നടക്കുന്നത്. ശിവദാസാണ് വിശദാംശങ്ങൾ നൽകിയത്.